Hi, hello my cuties, it's me your Neeraja Moves, Indian Secret Foodie. Welcome back to my YouTube channel. ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ സത്യം പറഞ്ഞാൽ ഇടണം എന്ന് വിചാരിച്ചതേ അല്ല. പിന്നെ കഴിഞ്ഞ ഒരു 6-7 മാസങ്ങൾക്ക് മുന്നിൽ ഞാനൊന്ന് എൻ്റെ ഷെൽഫ് ഒന്ന് വൃത്തിയാക്കിയ സമയത്ത് എനിക്ക് ഒരുപാട് ഡ്രസ്സ് കിട്ടി. ഒരുപാട് മീൻസ് കുറേ ഡ്രസ്സ്, വേണ്ടാത്തത്, ഇട്ടതും ഇടാത്തതുമായിട്ടുള്ള കുറേ ഡ്രസ്സ് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചത് പാവപ്പെട്ട കുട്ടികൾക്കോ അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് നീഡഡ് ആയിട്ടുള്ള ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കാമെന്ന്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്തതിനേക്കാളും അപ്പുറത്തിലുള്ള ആൾക്കാരാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. ചേച്ചി എനിക്ക് അയച്ചു തരാമോ, ചേച്ചി പഴയ ഡ്രസ്സ് എനിക്ക് തരാമോ, ചേച്ചി ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളുണ്ട്, ചേച്ചി എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാനാണ്, അവർ പാവപ്പെട്ട വീട്ടിലാണ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കുറേ മെസ്സേജ് അയച്ചു. പക്ഷേ ഈ മെസ്സേജിൻ്റെ എണ്ണവും പിന്നെ ക്രൈറ്റീരിയയും കറക്റ്റ് പറയാത്തത് കൊണ്ടും പിന്നെ ഞാൻ കൊടുത്ത പലരും മെസ്സേജ് അയക്കുന്നത് എക്സൽ, മീഡിയ, അങ്ങനത്തെ കുറേ ഡ്രസ്സായിരുന്നു. 2-3 കുട്ടികൾക്ക് ഞാൻ ഡ്രസ്സ് അയച്ചു കൊടുത്തു. പക്ഷേ കുറേ പേര് UK നിന്ന്, കുറേ പേര് നാട്ടിൽ നിന്ന്, കുറേ പേര് പിന്നെ പല സ്ഥലത്തുനിന്ന് സൈസ് പ്രശ്നം, ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡായി. അപ്പം വീട്ടിൻ്റെ അടുത്തുള്ള പിന്നെ അമ്മേൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ്, ബാക്കി വന്ന ഡ്രസ്സ് അങ്ങ് കൊടുത്തായിരുന്നു. അപ്പം പിന്നീട് ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി അമ്മ അച്ഛനും പോകുന്നത് റിലേറ്റഡ് ആയിട്ട് ഞാൻ ഒന്നും കൂടെ ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തപ്പം കുറേ ഡ്രസ്സ് എനിക്ക് കിട്ടി. ഇതിൽ 10 എണ്ണം ഉണ്ടെങ്കിൽ 9 എണ്ണവും ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്ത ഡ്രസ്സാണ്. ബാക്കി 1-2 ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സുമാണ്. പക്ഷെ 1-2 തവണ പക്ഷെ ക്ലീനാണ്. ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് ഉണക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ തേക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പം ഇതിനെ കുറച്ച് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ഇവള് ഇട്ട ഡ്രസ്സ് കൊടുക്കുന്നതിന് ഇത്രയും ക്രൈറ്റീരിയയും കാര്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇത് സംഭവം ഞാൻ കാണിക്കുന്ന ഓരോ ഡ്രസ്സിൻ്റെയും സൈസ് ഞാൻ അവിടെ കൊടുത്തേക്കാം. അപ്പം സൈസ് എങ്ങനെയാണ് ഞാൻ ആർക്കാണ് കൊടുക്കുന്നതെന്ന് ഞാൻ വീഡിയോൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഞാൻ പറയാം. അപ്പം എൻ്റെ കയ്യിലുള്ള ഡ്രസ്സുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ സൈസ് ഏതൊക്കെയാണെന്ന് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് പോവാം വീഡിയോയിലേക്ക്. അപ്പോൾ തുടക്കം തന്നെ ഞാനൊരു കാര്യം പറയാം. നെഗറ്റീവ് സ്പ്രെഡാക്കാനോ നെഗറ്റിവിറ്റി കൂട്ടാനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ തികച്ചും പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. ബോയ്സ് സ്കിപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ അറിയാവുന്ന നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണം എന്ന് തോന്നുന്ന ഏതെങ്കിലും ഗേൾസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബിക്കോസ് 6 മാസങ്ങൾക്ക് മുന്നിൽ ഞാനിട്ടൊരു വീഡിയോൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഷെൽഫ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറേ ഡ്രസ്സ് കിട്ടി. പകുതി കൂടുതലും ഞാൻ ഇടാതെ വെച്ചേക്കുന്ന ഡ്രസ്സാണ്. അപ്പം ഈ വീഡിയോ ഞാൻ ഇടുന്നത് അവൾ ഇട്ട ഡ്രസ്സൊക്കെ അതേ വിൽക്കുന്നു, അല്ലെങ്കിൽ ഇതേ നാട്ടുകാർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവൾക്ക് എന്തോ ലാഭം ഉണ്ടെന്നൊക്കെ പറയുന്നതിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത്രയും ഡ്രസ്സുകളും ഇവിടുന്ന് എൻ്റെ അച്ഛനമ്മയും നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഈ പറയുന്ന അഡ്രസ്സുകളിലേക്ക് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കി കൊറിയർ അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഒരു ലാഭവും ഇല്ല. ഞാൻ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടിയിട്ട്. അതായത് കഴിഞ്ഞ ഒരു 6 മാസങ്ങൾക്ക് മുന്നിലെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് അവരുടെ അവസ്ഥ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. കുറേ പേര്, ചേച്ചി നാളെ സ്കൂൾ തുറക്കുകയാണ്, ബുധനാഴ്ച സ്കൂളിൽ ഇടാൻ കളർ ഡ്രസ്സ് ഇല്ല എന്ന് ഒരാളയച്ചു. വേറൊരാളയച്ചു, ചേച്ചി എൻ്റെ വീടിൻ്റെ അടുത്ത് 2 പിള്ളേരുണ്ട്, അവർ ഒരു ഗതി ഇല്ലാത്തവരാണ്, കുടിലാണ് താമസിക്കുന്നത്, പിള്ളേർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഡ്രസ്സുണ്ടോ ചേച്ചി. വേറെ കുറേ പേര്, ചേച്ചി ഇട്ട് കീറിയ പഴയ ഡ്രസ്സാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് അത്രയ്ക്ക് ദാരിദ്ര്യമായതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചു. പിന്നെ കുറേ പേര് മെസ്സേജ് അയച്ചു, ചേച്ചി ഇടുന്ന ഡ്രസ്സൊക്കെ കാണുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇടാൻ കൊതിയാവും, പക്ഷേ ഞങ്ങൾക്ക് അതൊന്നും വാങ്ങാനുള്ള ശേഷിയില്ല എന്ന് കുറേ പേര് പറയും. ചേച്ചി ഇട്ട ഡ്രസ്സാണെങ്കിലും കുഴപ്പമില്ല, ചേച്ചി ഇനി ഉപയോഗിക്കത്തില്ല എന്ന് ഉറപ്പുള്ള പഴയ ഏതെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സെൻഡ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചിട്ട്, ഇൻക്ലൂഡിങ് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് UK പഠിക്കാൻ വന്ന ചില കുട്ടികൾ പോലും. എനിക്ക് അവരുടെ അവസ്ഥ മനസ്സിലാവും. ലോണൊക്കെ എടുത്തിട്ട് വരുന്നതല്ലേ. അപ്പം ഇവിടെ വന്നിട്ട് ഡ്രസ്സൊക്കെ മേടിക്കണം, വിൻ്റർ സമയത്തൊക്കെ ഡ്രസ്സൊക്കെ മേടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ ഈ വീഡിയോ തികച്ചും നമ്മുടെ നാട്ടിൽ കേരളത്തിൻ്റെ ഉള്ളിലുള്ളവരാണ്. പുറത്തുള്ളവരാരും മെസ്സേജ് അയക്കരുത്. കേരളത്തിൻ്റെ ഉള്ളിലുള്ളവർ കണ്ടിട്ട് ഞാൻ ഇതിൽ കുറച്ച് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ആ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ആ ക്രൈറ്റീരിയകൾ കണ്ടിട്ട് മാത്രം മെസ്സേജ് അയയ്ക്കുക. വീഡിയോ കണ്ട ഉടനെ എല്ലാവരും വാരിക്കോരി ചാരിപ്പറക്കി മെസ്സേജ് അയക്കരുത്. കാരണം ഞാൻ ഒരാളാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം കുറച്ച് പാടായിരിക്കും. അപ്പം നിങ്ങൾ
നിങ്ങളുടെ നീഡ്സിനനുസരിച്ച് അത്യാവശ്യമുള്ളവർ മാത്രം. അയ്യോ ഞാൻ ഇങ്ങനെ എൻ്റെ ഡ്രസ്സ് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഡ്രസ്സ് കൊടുക്കാനുണ്ട്, ഞാൻ ഇട്ട ഡ്രസ്സാണ്, ഞാൻ ഇതുവരെ ഇടാത്ത ഡ്രസ്സാണ്, നിങ്ങളെല്ലാവരും മേടിക്കണം, നിങ്ങൾക്ക് വേണമെന്നുള്ളൊരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. എനിക്കത് ആവശ്യമാണ്, അയ്യോ എൻ്റെ ഡ്രസ്സ് അത്യാവശ്യമാണെന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, അയ്യോ ചേച്ചി ഇപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് വീഡിയോസ് ഇട്ട് ഇനി നാളെ ഇന്ന ആൾക്കാണ് കൊടുത്തത്, അല്ലെങ്കിൽ ഇന്ന ആളിങ്ങനെ മെസ്സേജ് അയച്ചു അതുകൊണ്ട് ഇന്ന ആൾക്കാണ് കൊടുക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഞങ്ങളെ പബ്ലിസിറ്റിക്കാക്കി വീഡിയോ ഇടുമെന്നൊക്കെ വിചാരിച്ച് ഷൈ ആയിട്ട് മെസ്സേജ് അയക്കാണ്ടിരിക്കുന്ന ആൾക്കാരോട് നിങ്ങളങ്ങനെ ഷൈ ആവേണ്ട കാര്യമേ ഇല്ല. ആരാണോ എനിക്ക് മെസ്സേജ് അയക്കുന്നത്, ആർക്കാണോ ഞാൻ ഡ്രസ്സ് സെൻഡ് ചെയ്യുന്നതെന്ന് ഞാനും എൻ്റെ അച്ഛനും അമ്മയും അല്ലാണ്ട് വേറെ ആരും അറിയത്തില്ല. ബിക്കോസ് നിങ്ങൾ എനിക്ക് അഡ്രസ്സ് സെൻഡ് ചെയ്യുന്ന സഹിതം ചൂസ് ചെയ്യുന്ന ആൾക്കാരിൽ ഞാൻ ആ ഡ്രസ്സ് പാക്ക് ചെയ്ത് സ്ലിപ്പ് ഒട്ടിച്ച് ഞാൻ അമ്മയുടെ കയ്യിലായിരിക്കും കൊടുത്തു വിടുന്നത്. അമ്മ നാട്ടിൽ ചെന്നിട്ട് കൊറിയർ ഓഫീസിൽ നിന്ന് ഡയറക്റ്റായിട്ട് സെൻഡ് ചെയ്യും. അങ്ങനെ സ്ലിപ്പ് ഒട്ടിക്കുന്നതോ ഈ ഡ്രസ്സ് ആർക്കാണ് കൊടുക്കുന്നതെന്നോ നിങ്ങൾ എനിക്ക് അയച്ച മെസ്സേജോ സിറ്റുവേഷനോ ഒന്നും ഞാൻ പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവരത്തില്ല. അങ്ങനെ കൊണ്ടുവരുന്ന പേടിച്ച് ഷൈ ആയിട്ടിരിക്കരുത്. ഇപ്പോഴും പറയുവാണ്, അത്യാവശ്യമുള്ള ആൾക്കാർ മാത്രം ഈ ഒരു ഡ്രസ്സ് മേടിക്കാന്ന് വെച്ചാൽ എനിക്കിത് കൊടുക്കാൻ ഇപ്പോഴും കുറേ ആൾക്കാരുണ്ട്. എൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഡ്രസ്സ് വാങ്ങാൻ ശേഷിയില്ലാത്ത അല്ലെങ്കിൽ ആളിങ്ങനെ ഒരു ഡ്രസ്സ് ഇടാൻ കഴിവില്ലാത്ത ഒരുപാട് പിള്ളേരാണെങ്കിലും എൻ്റെ വീട്ടിൻ്റെ അടുത്തുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ 6 മാസങ്ങൾക്ക് മുന്നേലെ വീഡിയോയിലും എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ ഞാൻ അവർക്കാണ് കൊടുത്തത്, അമ്മേൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കൾക്കൊക്കെയാണ് കൊടുത്തത്. അപ്പം വീണ്ടും ഇതിലും കൂടുതൽ അർഹതപ്പെട്ടവർ ഇനി ഉണ്ടെന്ന് അറിയുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. പിന്നെ ഇത്രയും ഡ്രസ്സിൽ വളരെ കുറച്ച് ഡ്രസ്സേ ഉള്ളൂ, പക്ഷേ കിട്ടില്ല എന്നും പറഞ്ഞാൽ ആരും വിഷമിക്കരുത്. അങ്ങനെയുള്ളവർക്ക് ഇനി അടുത്തൊരു ഗിവ് അവേ ആയിട്ട് പുതിയ ഡ്രസ്സ് നിങ്ങളുടെ സൈസ് അനുസരിച്ച് ഞാൻ മേടിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. വീട്ടിൽ പറഞ്ഞാൽ ഒരു ലെങ്തി യൂട്യൂബ് വീഡിയോ ഒന്നും ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. പക്ഷേ കഴിഞ്ഞ ഒരു വീഡിയോ നോർമലി റൂം ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ എനിക്ക് വന്ന മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഡ്രസ്സും ഏതൊക്കെയാണ് കൊടുക്കാനുള്ളതെന്നും കാണിക്കും. അപ്പോൾ നിങ്ങൾ അത് ഫുള്ളായിട്ട് കണ്ടിട്ട് അതിൽ സൈസും കൊടുത്തേക്കുമ്പോൾ നിങ്ങളുടെ സൈസ് അനുസരിച്ചുള്ള ഡ്രസ്സ് ഏതാണെന്ന് നോക്കിയതിന് ശേഷം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അതിൻ്റെ ക്രൈറ്റീരിയ ഞാൻ എന്തായാലും പറയാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഞാൻ നോർമലി ഉള്ള ഫുള്ള് വീഡിയോ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം. ഇപ്പം ഞാനിവിടെ ഒന്ന് എക്സാമ്പിൾ മാത്രം ഞാൻ പറഞ്ഞു തരാം. ഒരു മീഡിയം സൈസ് ഫുൾ പാൻറ്റാണ്, ഒരു ബ്ലാക്ക് കളർ പാൻറ്റാണ്. ഇത് നമ്മൾ ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെയും അല്ലെങ്കിൽ കുർത്തീൻ്റെ കൂടെയൊക്കെ ഇടാൻ നല്ല ബെസ്റ്റായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബട്ടക്സിൻ്റെ ഭാഗം ഇങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും വരുന്നത്. കുറച്ച് കാണാൻ കുറച്ച് നല്ല ലുക്കായിരിക്കും. എനിക്ക് ഡ്രസ്സിൻ്റെ കുറിച്ച് അങ്ങനെ എടുത്ത് പറയാനുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഈ ഒരു പാൻറ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം ആയിട്ടുള്ള ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഡ്രസ്സുള്ളത് മീഡിയം ലാർജ് മാത്രമേ ഉള്ളൂ. പിന്നെ സ്മോൾ ആയിട്ട് 1-2 ഉണ്ട്. അപ്പം അത് നിങ്ങൾ നോക്കട്ടെ. എക്സ്ട്രാ ലാർജോ അങ്ങനത്തെ സംഭവങ്ങൾ എക്സ്ട്രാ ലാർജൊന്നും എൻ്റെ ഇല്ല. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ പാൻറ്റ് മീഡിയം ആണ് ഇതിൻ്റെ സൈസ്. അപ്പോൾ ഈ പാൻറ്റ് നിങ്ങൾ കണ്ടല്ലോ. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ക്യൂട്ട് സ്കേർട്ടാണ്. ഈ പാൻറ്റ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, ഈ സ്കേർട്ടും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഈ സ്കേർട്ടിൻ്റെ സൈസ് ലാർജാണ്, അതായത് ഹിപ്പ് കുറച്ച്, അതെ ഈ സ്കേർട്ടിൻ്റെ സൈസ് ലാർജാണ്. ലാർജ് മീഡിയം ആണോ എന്നൊന്നും നോക്കട്ടെ. ഓക്കെ, സ്കേർട്ടിൻ്റെ സൈസ് മീഡിയം ആണ്. അപ്പം ഇത് ഭയങ്കര ക്യൂട്ട് സ്കേർട്ടാണ്. ഞാൻ തേച്ചിരുന്നെങ്കിൽ കുറച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നേനെ. പക്ഷെ ഞാൻ അത്യാവശ്യം ഒരു വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ തേച്ചില്ല. അപ്പോൾ തേച്ചിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഒരു സ്കേർട്ടാണ്. നമുക്ക് ഒരു നോർമൽ ഉടുപ്പും അല്ലെങ്കിൽ ടീഷർട്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോകാനൊക്കെ നല്ല ഭംഗിയുള്ള സാധനം. ഇനി ഇതുവരെ ഇട്ടിട്ടില്ലാത്ത സാധനമാണ്. അപ്പം ഇതൊരു ക്യൂട്ട് സ്കേർട്ടാണ്, രണ്ടാമത്തെ ഒരു സ്കേർട്ടെന്ന് പറഞ്ഞാൽ. അടുത്തത് ഞാൻ 1-2 തവണ ഇട്ടിട്ടുള്ള ഒരു ടീഷർട്ടാണ്. ഇത് ലാർജാണ് സൈസ്, ഇതിൽ കൊടുത്തേക്കുന്നത് ലാർജാണ് സൈസ്. ഒരു യെല്ലോ ഫുൾ കൈ ടീഷർട്ടാണ്. ഇതിൽ വിങ്സ് ഇങ്ങനെ വരുന്നുണ്ട്. ബാക്ക് സൈഡൊക്കെ അതെ ഇങ്ങനെയാണ് വരുന്നത്. കൈയിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിസ്സേക്കാം. അടുത്ത വരുന്നത് ഞാൻ വളരെ ആശിച്ച് മോഹിച്ച് വാങ്ങിച്ച ഒരു സാധനമാണ്. ഒരു പാർട്ടി വെയറാണ്. ഒരു ബ്ലാക്ക് കളർ 1 പീസ് ഗൗണാണ്. ഭയങ്കര സെക്സി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ആണ്. നോക്കട്ടെ, ഇതിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ സൈസ് മീഡിയം ആണ് വരുന്നത്. മീഡിയം ടു ലാർജ്. മീഡിയംകാർക്ക് യൂസ് ചെയ്യാം, ലാർജും യൂസ് ചെയ്യാം. മീഡിയംകാർക്ക് കുറച്ചൊരു ലൂസായിട്ട് കിടക്കും, ലാർജുകാർക്ക് കുറച്ച് ബോഡി കോണായിട്ട് ഒരു ഭംഗിയായിട്ട് കിടക്കും. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ സ്ട്രാപ്പൊക്കെ കണ്ടോ,
നല്ല ഭംഗിയിൽ ഇങ്ങനത്തെ ഒരു സ്ട്രാപ്പാണ് വരുന്നത്. നല്ല രസമാണ് ഇടുമ്പോൾ തന്നെ. പിന്നെ എനിക്ക് സംഭവം കഴുത്തിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഇറങ്ങി കിടക്കുമ്പോൾ ഭയങ്കര ഒരു ഡിസ്കംഫർട്ടബിൾ ആണ്. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിടാത്തത്. ഇതുവരെ ഇട്ടിട്ടില്ല, ഞാൻ മേടിച്ചിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ ഗൗണാണ്. പാർട്ടിയൊക്കെ പോകാൻ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും മേടിക്കണം എന്ന് ആഗ്രഹമുള്ള കുഞ്ഞുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് എടുക്കാം കേട്ടോ, നല്ല ഡ്രസ്സാണ്. പിന്നെ വരുന്നത് ഒരു പുള്ളി പാൻറ്റാണ്. ഈ പാൻറ്റ് ലാർജാണ്, ഇതിൻ്റെ സൈസ് ലാർജാണ്. ഇത് 2 സൈഡും കണ്ട. ഇതും ഞാൻ ഒരു തവണ പോലും ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കിത് യൂസ് വന്നിട്ടില്ല. ഒരിടത്തും ഇടാനുള്ള ഒരു സാഹചര്യം ഇതുവരെ സന്ദർഭം ഒത്തു കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അടുത്തത് ഒരു നൈറ്റ് ഡ്രസ്സാണ്. ഇതിൻ്റെ സൈസ് സ്മോളാണ്. സ്മോൾ ടു മീഡിയംകാർക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് ഉടുപ്പും ഉണ്ട്, ഇതൊരു പാൻറ്റും ഉണ്ട്. അപ്പോൾ അതാ എല്ലാത്തിൻ്റെ വീഡിയോ ഇവിടെ കൊടുത്തേക്കാം. ഒരു ഉടുപ്പും ഉണ്ട്, ഒരു പാൻറ്റും ഉണ്ട്. നല്ല ഈ തുണീൻ്റെ പേരെനിക്കറിയത്തില്ല, നല്ല സിൽക്കി തുണിയാണ്. പിന്നെ എല്ലാവരും വിചാരിക്കും ഇവളിട്ട ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുക്കാൻ ഇത്രയും വലിയ യൂട്യൂബ് വീഡിയോസൊക്കെ ഇടേണ്ട കാര്യം എന്താ, അങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ബിക്കോസ് ഞാൻ ഒരു 6-7 മാസങ്ങൾക്ക് മുന്നേ നാട്ടിൽ പോകുന്ന ടൈമിൽ അലമാര വൃത്തിയാക്കിയപ്പോൾ ഇങ്ങനെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞപ്പം എനിക്ക് വന്ന മെസ്സേജസ് എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിരുന്നു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് 1-2 പേർക്ക് കൊടുക്കാൻ പറ്റി. ബാക്കിയുള്ള ഡ്രസ്സൊക്കെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്മേൻ്റെ ഫ്രണ്ട്സിനൊക്കെയാണ് കൊടുത്തത്. അപ്പം ഈ ചിലർ പറയും ഇവളെ ഡ്രസ്സൊക്കെ ഇനി ആർക്ക് വേണം എന്നൊക്കെ പറയും. അങ്ങനത്തെ ഉള്ളവർക്ക് ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല വാങ്ങാൻ, അല്ലെങ്കിൽ നിങ്ങളെടുക്കണം, നിങ്ങളെ ഡ്രസ്സ് തരണമെന്ന് ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. ചേച്ചി എനിക്ക് വേണം, എനിക്കിത് വാങ്ങാൻ നിവർത്തിയില്ല, എൻ്റെ വീട്ടിൽ ഇതാണ് അവസ്ഥ, അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് നോർമലായിട്ട് ഇവളുടെ ഡ്രസ്സൊക്കെ നമുക്ക് വേറെ പൈസ കൊടുത്ത് വാങ്ങിച്ചു അങ്ങനത്തെ ഉള്ള ആൾക്കാരും ഉണ്ട്. പക്ഷേ ഒരു നല്ല ഡ്രസ്സ് വാങ്ങാനോ നല്ല ഫുഡ് മേടിച്ച് കഴിക്കാനോ പറ്റാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ അറിയാമെന്നുള്ള ആൾക്കാരോ എൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട്, അതായത് നിങ്ങളെ സൈസും കൂടെ നോക്കുക, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ ഫുൾ അഡ്രസ്സും സെൻഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പ്രത്യേക ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ളവരായിരിക്കണം. ഇന്ത്യക്ക് പുറത്തോ ദുബായിലോ UK ഉള്ളവരൊന്നും അയക്കരുത്. കേരളത്തിനകത്തുള്ള 14 ജില്ലകളിൽ എവിടെയാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ കൊറിയർ വീട്ടിൽ അത് കൊടുത്താൽ അമ്മ കൊറിയർ അയച്ചു തരും. അപ്പം ഫസ്റ്റ് എന്ന് വെച്ചാൽ വളരെ കുറച്ച് ഡ്രസ്സുകളെ കാണത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് അയക്കുന്ന മെസ്സേജിൻ്റെ പ്രയോറിറ്റി നോക്കിയിട്ടായിരിക്കും ഡ്രസ്സ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ട ഡ്രസ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒരാൾ 1-2 വെച്ചെണ്ണം ചൂസ് ചെയ്യാൻ നോക്കുക. ബിക്കോസ് നമുക്ക് മാക്സിമം എല്ലാവർക്കും കൊടുക്കാനാണ് എൻ്റെ ഉദ്ദേശം. അപ്പം ഒരു ഡ്രസ്സൊന്നും ആർക്കും ചിലപ്പം ഇഷ്ടപ്പെടില്ല. 1-2 ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 1-2 ഡ്രസ്സുകളുടെ സ്ക്രീൻഷോട്ട് മാത്രം എനിക്ക് അയച്ച് സൈസും കറക്റ്റായിട്ട് അയച്ചാൽ നിങ്ങൾക്ക് ഞാനിത് കേരളത്തിൽ അച്ഛനമ്മയും വരുന്ന സമയത്ത് അവരെ കയ്യിൽ കൊടുത്തു വിട്ടിട്ട് അവർ വരുന്ന സമയത്ത് നിങ്ങൾ അഡ്രസ്സിലോട്ട് കൊറിയർ അയച്ചു തരും. അപ്പം ഫസ്റ്റ് ക്രൈറ്റീരിയ ഇതാണ്. ഇനി 2-3 ക്രൈറ്റീരിയകളുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പം അടുത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതൊരു സ്കേർട്ടാണ്. നീ കണ്ടാൽ മനസ്സിലാവും, ഞാൻ ടാഗ് പോലും ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. ഇത് മേടിച്ചിട്ട് ഞാൻ ഇതുവരെ ഇട്ടില്ല. നല്ല ഒരു പിങ്ക് കളർ സ്കേർട്ടാണ്. ചർച്ചിലൊക്കെ പോകുന്നവർക്കൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ ഭയങ്കര രസമായിരിക്കും. ഒരു ക്യൂട്ട് സ്കേർട്ടുണ്ട്. പിന്നെ അടുത്ത എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് ഞാൻ മേടിച്ച ഒരു 1 പീസാണ് ഈ ഒരു സാധനം. എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ ഈ ഒരു ഹിപ്പിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ വലിയുന്ന ഒരു ഉടുപ്പാണ്. ഭയങ്കര ക്യൂട്ട് ഉടുപ്പാണ്. ഇതിൻ്റെ സൈസ് മീഡിയം സ്മോൾ 2 പേർക്കും ഇത് യൂസ് ചെയ്യാം. ഇത് നല്ല ഒരു കംഫർട്ടബിൾ ഡ്രസ്സാണ്. ഞാൻ ഒരു തവണ പോലും ഇട്ടിട്ടില്ല. അതേ കൈയൊക്കെ ഇച്ചിരി ഫെദർ പോലെ ഇങ്ങനെ ഉള്ള ഒരു കൈയാണ്. അപ്പം നല്ല ഉടുപ്പാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നോക്കാം. അടുത്തത് ഒരു ടീഷർട്ടാണ്. ഈ ടീഷർട്ട് ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്നത് കൊണ്ട് നിങ്ങളെന്നെ ജഡ്ജ് ചെയ്യരുത്. ഇത് ഞാൻ ഒരു തവണ പോലും ഞാൻ ഇട്ടിട്ടില്ല. ഇത് നമ്മളെ പ്രീമാർക്കിൽ നിന്ന് മേടിച്ച ഒരു ടീഷർട്ടാണ്. ഇതിൻ്റെ സൈസ് മീഡിയമാണ് ഇതിൻ്റെ സൈസ്. അപ്പം നല്ല വലിയുന്ന ക്ലോത്തൊക്കെയാണ്. അപ്പം ഇത് കാണുമ്പോൾ കുറച്ച് പഴഞ്ചനായിട്ടിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷെ നമുക്ക് പുറത്തിടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വീടിൻ്റെ അകത്തൊക്കെ നിൽക്കുന്ന സമയത്തേക്ക് ഇടാനൊക്കെ കുറച്ച് ബെറ്ററായിട്ടുള്ള ഒരു ടീഷർട്ടാണിത്. അടുത്തത് നേരത്തെ ഞാനൊരു ബ്ലാക്ക് കളർ ബോഡി കോൺ പോലത്തെ ഒരു പാർട്ടി വെയർ കാണിച്ചില്ലേ, അതുപോലത്തെ ഒരു സെയിം സാധനമാണ് ഇത്.
ഈ സാധനം കണ്ട, നല്ല ഭംഗിയുള്ള ഒരു ഫുൾ, അതായത് നമ്മൾ പാർട്ടി, നമ്മളെ ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ നല്ല കിടില ഉടുപ്പാണ്. പിന്നെ ഞാനിത് പ്രത്യേകം പറയാം, ഈ ഒരു സാധനത്തിൻ്റെ ഇവിടെ കുറച്ചൊരു ലിപ്സ്റ്റിക് ആയിട്ടുണ്ട്. ഇത് സംഭവം ഈ ഡ്രസ്സ് ഞാൻ ഇട്ടുകൊണ്ട് എവിടെയും പോയിട്ടില്ല. ഒരു തവണ ഞാൻ മേക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നോക്കി, ഓക്കെയാണ് ആ ഡ്രസ്സ് കൊള്ളാമോ എന്നൊക്കെ ഇട്ട് നോക്കിയ സമയത്ത് ഇവിടെ ലിപ്സ്റ്റിക് ആയതാണ്. പക്ഷേ അത് പോകുന്നില്ല. പക്ഷേ ഇതിങ്ങനെ ഇടുന്ന സമയത്ത് നമുക്ക് വലുതായിട്ട് അറിയത്തില്ല. ഒരു തവണ ഞാൻ വാഷ് ചെയ്ത് തന്നിട്ടും പോകുന്നില്ല. ഒന്നും കൂടെ നിങ്ങളൊന്ന് വാഷ് ചെയ്താൽ ചിലപ്പോൾ പോവുമായിരിക്കും. ഇത് മീഡിയം ആണ്, നല്ല വലിയ ബർത്ത്ഡേക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല വലിയൊരു ക്ലോത്താണ്. കണ്ട, ഇത് ഞാൻ വീണ്ടും പറയുവാണ്, ഇവള് വൃത്തിയില്ലാത്ത ഡ്രസ്സ്, അതായ ഡ്രസ്സ് ഇതായ ഡ്രസ്സൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിൽക്കുന്നു, എനിക്ക് ഇതിൻ്റെ ആവശ്യം എന്താണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു ഒരുപാട് നെഗറ്റീവ് പറയുന്നവരുണ്ട്. ഇപ്പോഴും ഞാൻ പറയുവാണ്, എനിക്ക് വന്ന മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. വീഡിയോ കണ്ടിട്ട് ഒരുപാട് നെഗറ്റീവ്സ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാൽ പോലും ചേച്ചി എനിക്കൊരു ഡ്രസ്സ് തരുമോ, എനിക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചു തരുമോ, നാളെ എൻ്റെ സ്കൂൾ തുറക്കുവാണ്, എനിക്കിടാൻ യൂണിഫോം ഇല്ല, യൂണിഫോം വാങ്ങാൻ പൈസ തരുമോ ചേച്ചി, ഞങ്ങൾ പുറത്ത് വന്നിടത്ത് 2 ഡ്രസ്സേ ഉള്ളൂ, മാറി തിരിഞ്ഞു വിടുവാണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അത്രയും മെസ്സേജ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു നിവൃത്തിയും ഇല്ലാതെ വളരെ പാവപ്പെട്ട ആ ഒരു ഡ്രസ്സ് കാണുമ്പോൾ അയ്യോ നമുക്കത് വാങ്ങാൻ ജീവിതത്തിൽ ഒരിക്കലും വാങ്ങാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന കുട്ടികൾക്കും, പിന്നെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന ചേച്ചിയുടെ പഴയ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തരാവോ എന്ന് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന കുറച്ച് കുട്ടികൾക്കും വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അപ്പം പഴയ ഡ്രസ്സുകളെന്ന് പറഞ്ഞാൽ 1-2 പഴയതുള്ളൂ, ബാക്കി ഞാൻ ഒരു തവണ പോലും ഇടാത്ത ഡ്രസ്സുകളാണ്. അപ്പോൾ പഴയ ഡ്രസ്സ് എടുത്ത് കൊടുക്കുമ്പോഴേ എനിക്കൊരു അയ്യോ ഞാനൊരു തവണ ഇട്ട ഡ്രസ്സല്ലേ എന്ന് പറഞ്ഞിട്ട്, പക്ഷേ അതുപോലും കുഴപ്പമില്ല ചേച്ചി എനിക്ക് ഇടാൻ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മെയിനായിട്ട്. അടുത്തത് ഒരു ബ്ലൂ കളർ 1 പീസാണ്. ഇത് ഞാൻ ഒരു തവണ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇത് നല്ല ഒരു മീഡിയം ആണ് ഇതിൻ്റെ സൈസ്. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കൈ വരുന്നത് സ്ട്രാപ്പാണ്. ഇങ്ങനെ സ്ട്രാപ്പായിട്ടുള്ള കൈ ഇടുന്നവരെ കാണുമെന്നൊക്കെ നോക്കിയിട്ട് മെസ്സേജ് അയക്കണം. അല്ലെങ്കിൽ ഒരു തവണ നിങ്ങളുടെ വീട്ടിലയച്ചതിന് ശേഷം അയ്യോ ഞാൻ ഈ സ്ട്രാപ്പുള്ളത് ഇടത്തില്ലല്ലോ, അല്ലെങ്കിൽ കൈ ഇല്ലാത്തത് ഇടത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളത് വേസ്റ്റ് ചെയ്യരുത്. ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും കേട്ടോ, അവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് മീഡിയം ആണ് ഇതിൻ്റെ ഇത് വരുന്നത്. അടുത്തത് വരുന്നത് ഒരു ബ്രൗൺ കളർ പാൻറ്റാണ്, ഒരു പല്ലാസ മോഡൽ പാൻറ്റാണ്. ഇതും കാണാൻ മനസ്സിലാവും, ഞാൻ ഇതുവരെ ഇത് ടാഗ് പോലും ഇളക്കിയിട്ടില്ല, ടാഗല്ല സ്റ്റിക്കർ പോലും ഇളക്കിയിട്ടില്ല. ഇതിൻ്റെ സൈസ് 32, മീഡിയം ആണ് ഇതിൻ്റെ സൈസ്. ഞാനിത് എന്തോ കാര്യത്തിന് എനിക്ക് വേണ്ടി മേടിച്ചതാണ്, പക്ഷേ എനിക്ക് ഇതുവരെ ഇടാനുള്ളൊരു സാഹചര്യം സന്ദർഭം ഒട്ടും വന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഇത് ഇടാൻ പോകുന്നില്ല, അപ്പോൾ പിന്നെ എന്തുകൊണ്ടും മറ്റുള്ളവർക്ക് കൊടുക്കാം എന്ന് കരുതിയിട്ട് ഒരു പാൻറ്റാണ് ഇത്. ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെ നല്ല ടീഷർട്ടിൻ്റെ കൂടെ കിട്ടാൻ നല്ല ഭംഗിയായിരിക്കും. അടുത്തത് ഒരു ഫുൾ കൈ ടീഷർട്ടാണ്, പ്ലസ് ഇങ്ങനെ ഒരു തൊപ്പിയും വരുന്നുണ്ട്. കണ്ട, ഫുൾ കൈ ടീഷർട്ട് പ്ലസ് ഇങ്ങനെ ഒരു തൊപ്പിയും വരുന്നുണ്ട്. ഇത് ഫുൾ കൈ ആണ്, ഇതിൽ ഇങ്ങനെ വൈറ്റ് ആയിട്ടുള്ളൊരു സംഭവം വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ ഇങ്ങനെ ഒരു തൊപ്പി വരുന്നുണ്ട്. ഇതിൻ്റെ സൈസും XL ആണ് ഇതിൻ്റെ സൈസ്. പക്ഷേ ഞാൻ പറയട്ടെ, XL-കാർക്ക് കറക്റ്റ് ആകത്തില്ല, ലാർജുകാർക്കോ മീഡിയംകാർക്കോ ഇത് കറക്റ്റ് ആകത്തുള്ളൂ. XL-കാർക്ക് സത്യമായിട്ട് ഇത് കറക്റ്റ് ആകത്തില്ല. അടുത്ത XL-കാർക്കുള്ള ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട്. ഇത് വലുതായത് കൊണ്ടും ഞാൻ ഇടാത്ത ഒരു സാധനം. നിങ്ങൾക്കിതേ സ്ട്രാപ്പ് ഞാൻ ഇളക്കിയിട്ടില്ല, 14 പൗണ്ടിൻ്റെ ഒരു പാവാടയാണിത്, കണ്ട. പക്ഷേ ഇതിൻ്റെ ഹിപ്പ് ഭയങ്കര വലുത്, നമുക്കിവിടെ കിടക്കുന്നില്ല, അങ്ങ് ഇറങ്ങി പോകുന്നതുള്ളതുകൊണ്ട് ഞാൻ ഇടുന്നതാണ്. ഇത് XL ആണ് ഇതിൻ്റെ സൈസ്. പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സ്കേർട്ടാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടം. നമ്മൾ ഇടുമ്പോൾ തന്നെ ഇങ്ങനെ പൊക്കുമ്പോൾ വരെ ഇങ്ങനെ പാട വരത്തില്ല, ഇതിങ്ങനെ കാണിച്ചില്ല, ഇങ്ങനെ വരത്തില്ല, അങ്ങനത്തെ ഒരു സാധനം. പിന്നെ തുണി ഭയങ്കര സോഫ്റ്റാണ്, നമുക്ക് ചൂടെടുക്കത്തേ ഇല്ല, ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. കണ്ട, നല്ല ക്യൂട്ടായിട്ടുള്ള സ്കേർട്ടാണ്. അടുത്തത് ഒരു ക്രോപ്പ് ടോപ്പാണ്. ഇത് മീഡിയംകാർക്കുള്ളതാണ്, മീഡിയം സ്മോളും യൂസ് ചെയ്യാം. ഇങ്ങനത്തെ വരുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ്. ഇതിൻ്റെ ബാക്ക് വരുന്നത് ഇലാസ്റ്റിക്കാണ്, നല്ലോണം വലിയ. അപ്പോൾ മീഡിയംകാർക്കൊക്കെ കറക്റ്റായിരിക്കും. ഇത് ഞാൻ 1-2 തവണ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ഈ ഇട്ട ഡ്രസ്സാണ് എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞവർക്കാണെങ്കിൽ ഓക്കെ. പക്ഷേ ചേച്ചി ഇട്ടതാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഡ്രസ്സൊന്നും ഇല്ല, ചേച്ചീൻ്റെ പഴയ ഇട്ട ഡ്രസ്സൊക്കെ തരുമെന്ന് ചോദിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമായിരിക്കും. പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാം,
നിങ്ങൾ എത്ര പേര് എനിക്ക് മെസ്സേജ് അയച്ചാലും നിങ്ങൾ ഷൈ ഒന്നും വിചാരിക്കേണ്ട. നിങ്ങൾ ആരാണ് മെസ്സേജ് അയക്കുന്നതെന്നോ ആർക്കാണ് കൊടുക്കുന്നതെന്നുള്ള വീണ്ടും ഞാൻ എടുത്ത് വീഡിയോ ഒന്നും ഇടത്തില്ല. നിങ്ങൾ മെസ്സേജ് അയക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ടാഗ് ഒട്ടിച്ച് ഞാൻ അമ്മേരെ കൊടുത്തുവിടും. അമ്മ നാട്ടിൽ ചെന്നിട്ട് അത് നിങ്ങൾക്ക് കൊറിയർ അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ചേച്ചീൻ്റെ അടുത്ത വീഡിയോയിൽ ഞങ്ങളെ പേരൊക്കെ പറയാതെ നമുക്ക് ഷൈ ആണ്, നാട്ടുകാരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ട് അയക്കാതിരിക്കേണ്ട. ഇതിലിഷ്ടപ്പെട്ട ഡ്രസ്സ് വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ പെട്ടെന്ന് അയച്ചാൽ ഫസ്റ്റ് വരുന്ന പ്രയോറിറ്റി അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ആ ഡ്രസ്സ് അയക്കാം. രണ്ടാമത്തേത് സാറേൻ്റെ ഒരു ടോപ്പാണേ. പിന്നെ ഇവിടെ ഞാൻ ഒരു പിന്ന് കുത്തിയിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു തവണ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഇവിടെ ഒരു പിന്നിട്ട് ഇതിൻ്റെ കഴുത്ത് കുറച്ച് ഇറക്കമുള്ള ഒരു കഴുത്താണ്. പിന്നെ അവിടെ ഒരു പിന്നു കുത്തിയിട്ട് നമ്മളിങ്ങനെ ഇത് കെട്ടി വെക്കുകയാണെങ്കിൽ അത് അത്രയും വൃത്തിയായിട്ട് അറിയത്തില്ല. ജീൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മൾ ബോട്ടം ബെല്ലിയായിട്ട് കിടക്കുന്ന ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ കുറച്ച് നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ്. ഒരു വൈറ്റ് കളർ, ബാക്കിൽ ഫുള്ളും ഇലാസ്റ്റിക്കാണ് വരുന്നത്. കണ്ടാ, നല്ല ഒരു ഭംഗിയുള്ളൊരു ടോപ്പാണ്. അടുത്തെന്ന് പറഞ്ഞാൽ ഒരു പാൻറ്റാണ്, ഒരു കോട്ടൺ പാൻറ്റാണ്. ഇത് ഞാൻ എയർപോർട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പം നല്ല പാൻറ്റാണ്, സത്യം പറഞ്ഞാൽ നല്ല പാൻറ്റാണ്. പക്ഷേ ഇതിൻ്റെ ഉടുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പാൻറ്റ് മാത്രം കൊടുക്കുന്നത്. ആ ഉടുപ്പ് ഇപ്പോൾ കാണാനുമില്ല സത്യം പറഞ്ഞ്. അപ്പം ഇതൊരു മീഡിയം പാൻറ്റാണ്. ഹിപ്പ് കുറച്ച് ടൈറ്റായിട്ട് ബാക്കി താഴോട്ട് ഭയങ്കര ലൂസായിട്ട് കിടക്കുന്ന രീതിയിലുള്ളൊരു പാൻറ്റാണ്. കണ്ട, നല്ല ഒരു കിടിലം. ഞാൻ മണം പോലും ഇതുവരെ പോയിട്ടില്ല, ഞാൻ ഒരു തവണ പോലും ഇട്ടിട്ടില്ല ഈ പാൻറ്റ്. അടുത്ത ഡ്രസ്സ് ഓക്കെ. അടുത്തത് ഒരു ബീച്ച് വെയർ എന്ന് പറയാം. പിന്നെ നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ അടിയിൽ നമ്മൾ വൈറ്റ് കളർ ടോപ്പോ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ടോപ്പൊക്കെ ഇട്ടിട്ടിടാം. പിന്നെ ഇവിടെ ഒരു സാധനമുണ്ട്, നമ്മൾ അതുവഴി ഈ വള്ളി കയറ്റിയിട്ട് ഇവിടെ കെട്ടി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ബട്ടൺസ് പോലെ നമുക്ക് തോന്നും, പക്ഷേ ബട്ടൺസ് അല്ല, ഇവിടെ കെട്ടി വെക്കുകയാണ് ചെയ്യേണ്ടത്. പച്ച കളറാണ്, 2 പോക്കറ്റൊക്കെ ഉണ്ട്. ഷോർട്ടാണ് കേട്ടോ, പകുതി വരെ ഉള്ളൂ. നമ്മുടെ ഈ ഒരു മുട്ടിൻ്റെ കുറച്ച് മുകളിലോട്ടാണ് കിടക്കുന്നത്. അപ്പം മീഡിയം ആണ് ഇതിൻ്റെ സൈസും. ഇടുന്നവർ മാത്രം വാങ്ങുക, അല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് എനിക്കിതിട്ട് വൃത്തികേടാണ് അങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾ വാങ്ങാതിരിക്കരുത്. അടുത്തത് എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടു, ഒരു തവണ പോലും ഇടാത്തൊരു സാധനമാണ്. ഇത് ഞാൻ എക്സെല്ലുകാർക്ക് സമർപ്പിക്കുന്നു. ഈ ഷോർട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നുവാണെങ്കിലും നല്ല വലിയ ഷോർട്ട്സാണ്. ഇത്രയും വീതിയുണ്ട്. അതിനേക്കാളും സൂപ്പറായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഉടുപ്പാണ്. ഇതൊരു ബീച്ച് വെയർ ആണ്, നിങ്ങൾക്ക് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇടാം. ഒരു തവണ പോലും ഞാൻ ഇട്ടിട്ടില്ല. കണ്ട, ഒരു ഓവർകോട്ട് പോലെ വരും. അടിയിൽ നമ്മൾ എന്തെങ്കിലും ടീഷർട്ട് ഇടാം, എന്നിട്ട് ഈ ഷോർട്ട്സ് ഇടാം. നമുക്ക് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഇത് ഇട്ടുകൊണ്ട് പോകാൻ നല്ലതായിരിക്കും കേട്ടോ. അടുത്തത് ഞാൻ ഒരു തവണ ഇട്ടിട്ടുള്ളതാണ്. ഇതും നേരത്തെ കാണിച്ച റെഡും ഇതൊക്കെ പോലത്തെ ഒരു ടീഷർട്ടാണ്. ഫുൾ കൈ ആണ്, മീഡിയം ആണ്. ഇത് നമ്മൾ കയ്യിൽ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. ബാക്ക് സൈഡൊക്കെ കണ്ടോ. ഇതൊക്കെ ഞാൻ ഇന്നലെ കഷ്ടപ്പെട്ടിരുന്ന് നനച്ച സാധനങ്ങളാണ് ഗൈസ്. പിന്നെ ഇതൊരു വിൻ്റർ ക്ലോത്താണ്. ഇത് ഞാൻ ഡൽഹിയിൽ നിന്ന് മേടിച്ചിട്ട് അത് 3 വർഷങ്ങളായി ഡൽഹിയിൽ നിന്ന് മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നാണ്. ഏകദേശം ഒരു തവണ ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്, 1-2 തവണ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ ഇതിട്ടാണ് വീഡിയോ ഇട്ടത്. ഒരു കുറേ പേളിൻ്റെ സ്റ്റോണൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ളൊരു ഉടുപ്പാണ്. കണ്ട, ഇത് മീഡിയം ആണ്. മീഡിയം ടു സ്മോളുകാർക്ക് ഇത് യൂസ് ചെയ്യാം, ലാർജുകാർക്ക് ഇത് പറ്റത്തില്ല, ഭയങ്കര ടൈറ്റായിരിക്കും. എനിക്കിച്ചിരി നല്ല ടൈറ്റായി. ഇതുപോലെ വേറൊരു വിൻ്റർ ക്ലോത്താണ് ഇത് മീഡിയം ആണ്. തണുപ്പുള്ള സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ എവിടെയാണ് തണുപ്പെന്ന് വിചാരിക്കും. അപ്പം നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുമ്പോൾ ഊട്ടിയോ കൊടൈക്കനാലോ മൂന്നാറൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇതും ഒരു മീഡിയം സൈസ് വിൻ്റർ ക്ലോത്താണ്. അടുത്ത് കാണിക്കുമ്പോൾ മേ ബി നിങ്ങൾ ചിരിക്കും. ഇത് സ്മോൾ സൈസ് ബ്രായാണ്. ബ്രാ മീൻസ് പറയുന്നത് ഇനിയിപ്പോൾ എന്താ, ഞാൻ ഒരു തവണ പോലും ഇട്ടിട്ടില്ല, നിങ്ങളത് വെച്ച് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഇട്ട ഇന്നവേഴ്സ് നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. സോ അതുകൊണ്ട് ഇത് ഞാൻ മേടിച്ചത് എനിക്ക് വേണ്ടിയാണ്, പക്ഷെ ഭയങ്കര സ്മോളാണ്, അതുകൊണ്ട് ഇത് ഇങ്ങനൊരു സൈസിലാണ് വരുന്നത്. ഇതാ കണ്ട, ഫ്രണ്ടിൽ കപ്പൊക്കെ ഉണ്ട്. അപ്പോൾ സ്മോളുകാർക്ക് ഇത് കറക്റ്റ്, അതായത് ഒരു 30 ബ്രാ സൈസൊക്കെ വരുന്നവർക്ക് ഇത് യൂസ് ചെയ്യാം. 30 ബ്രാ സൈസൊക്കെ വരുന്നവർക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് കിടക്കും. നമ്മൾ ചില ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കും നമുക്ക് ബ്രാൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതാണ്, ഭയങ്കര ഡിസ്കംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ട, ഇതിൻ്റെ ബ്ലൂവും ഉണ്ട്, ഇതിൻ്റെ
ക്രീം കളറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ടൈറ്റ്സ് ആണ്, ഇതും സ്മോൾ ആണ്. ഇതിങ്ങനെ വന്നിട്ട് ഇതിൻ്റെ തുമ്പ് ഭാഗം ഇതിങ്ങനെ വല പോലെ വന്നിട്ട് ഇങ്ങനെ ഇടുവാണ്. ചിലവർക്ക് നമ്മൾ ഷോർട്ട് ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് അടിയിൽ അതുവരെ തൊടെ വരെ കവർ ചെയ്ത് കിടക്കുന്ന ടൈറ്റ്സ് എന്തെങ്കിലും, എനിക്കങ്ങനെ ഇടുന്ന ശീലമുണ്ട്. അപ്പോൾ നമ്മൾ നോർമൽ ഷോർട്ട് ഡ്രസ്സൊക്കെ പൊങ്ങി പോകുന്ന സമയത്ത് അടിയിൽ ഷോർട്ട്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഉണ്ടാണ് ഇത്. ഇതും സ്മോൾ ആണ് സൈസ്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു വിൻ്റർ ക്ലോത്താണ്. അപ്പം ഇത് ഞാൻ ഇവിടുന്ന് പ്രീമാർക്കിൽ നിന്ന് മേടിച്ചതാണ്. ഇത് 1-2 തവണ ഞാൻ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അത്രയും അത്യാവശ്യമുള്ളവർ മാത്രം ഈ ഒരു ഡ്രസ്സ് വേണം എന്ന് പറയുക. ഇത് ഫുൾ കൈ ഡ്രസ്സാണ്. ഈ കൈയിൻ്റെ ഭാഗം ഇങ്ങനെ അറ്റത്തൊക്കെ വരുമ്പോൾ ഭയങ്കര സ്കിന്നി ആയിട്ട് കിടക്കും, കാണാൻ നല്ല ഭംഗിയാണ്. ജീൻസിൻ്റെ കൂടെയോ ജഗിൻസിൻ്റെ കൂടെയൊക്കെ ഇടുവാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ. അപ്പം ഇപ്പോഴും നിങ്ങൾ ചോദിക്കും വിൻ്റർ ക്ലോത്തൊക്കെ എവിടെയാണ്? ഞാൻ പറഞ്ഞില്ലേ, മൂന്നാർ, ഊട്ടി, കൊടൈക്കനാലൊക്കെ പോകുന്നവർക്ക് ഇത് ഇടാൻ നല്ല ഭംഗിയായിരിക്കും. ഇതേ കണ്ട, ബാക്ക് നല്ല ഭംഗിയാണ്. ഒരു റൗണ്ടിനൊക്കെ നമുക്ക് കഴുത്തിൻ്റെ ഇവിടെ വരെ ഇങ്ങനെ കവർ ചെയ്ത് കിടക്കും. കാണാനും നല്ല രസമാണ്. ഇട്ടാലും നമുക്ക് തണുപ്പ് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന പോലെ നമുക്ക് ഉണ്ടാവത്തില്ല. നല്ല ഒരു കോട്ടൺ തന്നെ. പിന്നെ ഇവിടെ കുറച്ച് വലിയുന്ന ഒരു ടൈപ്പാണ്. സോ ഇതിൻ്റെ മീഡിയം ആണ് ഇതിൻ്റെ സൈസ്. മീഡിയംകാർക്ക് ഇത് യൂസ് ചെയ്യാം. അടുത്തത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ച ഒരു ഷർട്ടാണ്. ഇത് നോർമലി ഒരു ടീഷർട്ടൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ഓവർ കോട്ടായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച ഒരു ഷർട്ടാണ്. പക്ഷേ എനിക്കിത് ഭയങ്കര എനിക്ക് രസമായിട്ട് തോന്നിയില്ല. ഞാൻ ഒരു തവണ പോലും ഇതിട്ടിട്ടില്ല കേട്ടോ, ഒരു തവണ പോലും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ഡ്രസ്സൊക്കെ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടിട്ട് നമുക്ക് നോക്കാം. ഇതേ കണ്ട, കൈ കുറച്ച് നല്ല ഭംഗിയാണ്. നല്ല ഒരു എന്താ പറയുക, തെങ്ങിൻ പൂക്കളൊക്കെ എന്ന് പറയുന്ന പോലെ പൂക്കളൊക്കെ ആയിട്ടുള്ള ഒരിതാണ്. ഇത് XL ആണ് കൊടുത്തേക്കുന്നതെങ്കിലും ലാർജ് മീഡിയംകാർക്ക് ഇത് യൂസ് ചെയ്യാം. XL എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്രയും വലുതൊന്നും അല്ല, ഇത് ഭയങ്കര ചെറുതാണ്. അപ്പോൾ ലാർജും മീഡിയംകാർക്ക് ഈ ഒരു ഷർട്ട് യൂസ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം ഇത് XL ലാർജോ ആർക്കോ യൂസ് ചെയ്യാം. ബോയ്സ് സത്യം പറഞ്ഞാൽ ഇതൊരു ബോയ്സ് ഷർട്ടാണ്. പക്ഷെ ഞാൻ സ്റ്റൈൽ ചെയ്യാൻ മറ്റേ ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ സമയത്ത് നമുക്ക് അടിയിൽ എന്തെങ്കിലും ടീഷർട്ട് ഇട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്ത് ബീച്ചിലൊക്കെ പോകാമെന്നൊക്കെ ഒരു പ്ലാനിൽ മേടിച്ചതാണ്. പക്ഷെ സ്റ്റൈൽ ചെയ്തപ്പം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അടുത്തത് ഒരു ജീൻസാണ്. ഈ ജീൻസിൻ്റെ സൈസ് വരുന്നത് 32 ആണ്. 32 ആണ് ജീൻസിൻ്റെ സൈസ് വരുന്നത്. അപ്പം മീഡിയം ലാർജ് എന്ന് പറയാൻ എനിക്കറിയത്തില്ല. 32 സൈസാണ് എനിക്ക് ഇത് വരുന്നത്. ഇതും നല്ല 1-2 തവണ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു ജീൻസിൻ്റെ സംഭവം ഞാൻ ഇടാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കുറേ കുട്ടികൾ എനിക്ക് കഴിഞ്ഞ ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി വല്ല ജീൻസും ഉണ്ടെങ്കിൽ തരുമോ? ഞാൻ അമ്മയുടെ അടുത്ത് കുറേ നാളായിട്ടൊരു ജീൻസ് മേടിച്ച് തരാൻ പറയുന്നു, പക്ഷെ അമ്മ മേടിച്ച് തരുന്നില്ല, പൈസ ഇല്ലെന്നാണ് പറയുന്നത്. എനിക്ക് ജീൻസ് ഇടാൻ കൊതിയാവുന്നു. കുറേ ടീഷർട്ടുകളൊക്കെ ഞാൻ അങ്ങുന്നൊക്കെ മേടിച്ചിട്ടുണ്ട്, പക്ഷേ ജീൻസ് വേണം ചേച്ചി, ഉണ്ടെങ്കിൽ തരുമോ? പഴയ ജീൻസൊക്കെ എന്ന് ചോദിച്ചാൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ്. 32 ആണ് ഇതിൻ്റെ സൈസ്. ഫുൾ ലെങ്ത് ഉള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു ജീൻസാണ്. 1-2 തവണ ഇട്ടുള്ളൂ, കാരണം എനിക്ക് കുറേ ജീൻസ് ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ എല്ലാ തവണ ഇട്ടാൽ അതങ്ങനെ ശരിയാവില്ലല്ലോ. അപ്പം അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു ടൈറ്റ്സ് ആണ്. ഇത് ഞാൻ കബഡി കളിക്കുന്ന സമയത്ത് മേടിച്ചതാണ്. ഇത് സ്മോളാണ്, കാരണം എനിക്ക് എത്തിയില്ല. മീഡിയം ആണ് ഇതിൽ കൊടുത്തേന്നൊക്കെയാണെങ്കിലും മീഡിയം നിങ്ങൾ നോക്കരുത്. ഇത് സ്മോളാണ്. സ്മോളുകാർ യൂസ് ചെയ്യുക, അവർക്കിത് നല്ലതായിരിക്കും. കണ്ട, സ്മോളുകാർക്ക് കുറച്ച്. അപ്പം ഇത്രയാണ് നിലവിലിപ്പം എൻ്റെ കയ്യിലുള്ള ഡ്രസ്സ്. പിന്നെ ഞാൻ വിചാരിക്കുന്ന അച്ഛനമ്മയും പോകുന്നതിന് മുന്നേ ഒന്നും കൂടെ ഷെൽഫ് അടുക്കി പറിക്കുക, കുറച്ചും കൂടെ ഡ്രസ്സ് കിട്ടും എന്നാണ്. അപ്പം ഈ ഒരു വീഡിയോൻ്റെ റെസ്പോണ്ട് നോക്കിയതിന് ശേഷം അടുത്ത ഒരു ഡ്രസ്സ് കൊടുക്കൽ ചടങ്ങ് ചെയ്യാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ വീണ്ടും അടുത്ത കുറച്ച് ക്രൈറ്റീരിയകൾ പറഞ്ഞുതരാം, എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് നിങ്ങളിത് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, 6 മാസങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇട്ട ഒരു വീഡിയോൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അല്ലാതെ ഇവളിട്ട ഡ്രസ്സൊക്കെ അതോ വല്ലവർക്കും കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഷോ കാണിക്കാനോ അങ്ങനെ ഇങ്ങനോ ചെയ്യാനൊന്നും അല്ല. അപ്പം ഞാൻ കൊറിയർ ചാർജോ സർവീസ് ചാർജോ ഒന്നും തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നില്ല. ഇവിടെ നിന്ന് ഇത്രയും ചുമന്നുകൊണ്ട് നാട്ടിൽ പോകുന്നത് തന്നെ ലഗേജ് അധികമായിരിക്കും. പിന്നെ നാട്ടിൽ നിന്ന് എൻ്റെ സ്വന്തം കയ്യിലെ പൈസ കൊടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കൊറിയർ അയക്കുന്നത്. അതുകൊണ്ട് ഇവളെന്തൊക്കെയോ ഉദ്ദേശിച്ചാണ് അതൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അപ്പം ഞാൻ പറയാൻ വന്നത്,
ഇത്രയും ഡ്രസ്സ് ഞാൻ ഇവിടെ കാണിച്ചു. കഴിഞ്ഞ തവണ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് അഡ്രസ്സ് അയച്ച് തന്നിട്ട് ചേച്ചി എനിക്ക് തരുമെന്ന് ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ അവരുടെ സൈസോ ഇപ്പം നമുക്കൊരു എക്സലോ അല്ലെങ്കിൽ ലാർജ് കാർക്ക് നമ്മൾ സ്മോളോ അല്ലെങ്കിൽ എക്സലോ അയച്ചു കൊടുത്താൽ അത് അവിടെ വേസ്റ്റ് ആവുകയാണ്. അപ്പോൾ ആവശ്യമുള്ളതും അത്യാവശ്യമുള്ളവരുമായിട്ടുള്ള ആൾക്കാർ മാത്രം ഈ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയയ്ക്കുക. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന വീഡിയോയിൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സും അതിൻ്റെ സൈസും സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. ഫോളോ ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യുക കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് എനിക്ക് ഇത് മെസ്സേജ് അയയ്ക്കുക. ഈ ഒരു സ്ക്രീൻഷോട്ട് പ്ലസ് നിങ്ങളുടെ അഡ്രസ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക, കേരളത്തിനുള്ളിലുള്ളവരായിരിക്കണം കേട്ടോ. ഈ ഒരു സ്ക്രീൻഷോട്ട് പ്ലസ് നിങ്ങളുടെ അഡ്രസ്സും അയയ്ക്കുക, സൈസും. അത് സ്ക്രീൻഷോട്ടിൽ തന്നെ ഡ്രസ്സിൻ്റെ സൈസ് ഉണ്ടാവുമല്ലോ. അപ്പം സ്ക്രീൻഷോട്ട്, അഡ്രസ്സിൽ നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, വീടിൻ്റെ ഫുൾ അഡ്രസ്സ് പ്ലസ് പിൻകോഡ്, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവണം. അപ്പം ഞാൻ എക്സ്ട്രാ രണ്ടാമത് ചോദിക്കാനുള്ളൊരു ഇടവരുത്തത്, കാരണം എനിക്ക് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നല്ല രീതിയിലുള്ള കുറേ റെസ്പോണ്ടുകൾ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീണ്ടും പറയുവാണ്, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഒന്നോ രണ്ടോ ഡ്രസ്സ് കേട്ടോ, 2ൽ കൂടരുത്. കാരണം ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പം 1 or 2 ഡ്രസ്സ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്തതിന് ശേഷം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. പ്ലസ് നിങ്ങൾ അഡ്രസ്സ്, പേര്, ഫോൺ നമ്പർ അതിൽ വെച്ചേക്കണം. അപ്പം ഞാൻ അമ്മയും അച്ഛനും നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ അമ്മയും അച്ഛൻ്റെ കയ്യിൽ ഇത് കൊടുത്തു വിടാം. അപ്പം അർഹതപ്പെടുന്നവർക്ക് ഇത് കിട്ടും. പിന്നെ വേറൊരു കാര്യം, മെസ്സേജ് വരുന്ന പാറ്റേണിലായിരിക്കും. അത് ആദ്യം കണ്ടിട്ട് ആദ്യം ആരാണോ മെസ്സേജ് അയക്കുന്ന അവർക്കായിരിക്കും ഈ ഡ്രസ്സ് കൊടുക്കുന്നത്. അപ്പം ഒരുപാട് പേര് മെസ്സേജ് അയക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് മെസ്സേജ് അയക്കുക. ഞാൻ വീണ്ടും പറയുവാണ്, അർഹതപ്പെട്ടവർ മാത്രം മെസ്സേജ് അയക്കുക. അത് കൊള്ളാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് ഇടാൻ പറ്റാതെയോ യൂസ് ചെയ്യാൻ പറ്റാതെയോ നിൽക്കുന്നവർ മേടിക്കരുത്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പുതിയൊരു ഡ്രസ്സ് മേടിച്ച് തരാൻ പറ്റാത്തത് കൊണ്ടാണ്. പിന്നെ ഇതിലെ പല ഡ്രസ്സുകൾ, ഒട്ടുമിക്ക ഡ്രസ്സുകൾ ഞാൻ ഒരു തവണ പോലും ഇട്ടിട്ടില്ല. അപ്പോൾ അത് പുതിയത് തന്നെയാണല്ലോ. അപ്പം ഇതിൻ്റെ ഒരു റെസ്പോണ്ട് കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ ഷെൽഫ് ക്ലീൻ ചെയ്യുമ്പോൾ ഇടുന്നതും ഇടാത്തതായിട്ടുള്ള ഒരുപാട് ഡ്രസ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കിട്ടാത്തവരാരും വിഷമിക്കരുത്. എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തരും. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ക്രൈറ്റീരിയ മറക്കരുത്. നിങ്ങൾ അയക്കുന്ന മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫസ്റ്റ് ആരയക്കുന്നു അവർക്കായിരിക്കും കൊടുക്കുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അർഹതപ്പെട്ടവർ മാത്രം അയക്കുക. വീണ്ടും പറയണം, അർഹതപ്പെട്ടവർ മാത്രം അയക്കുക. ഇത് ഞാൻ അവളങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നെന്ന് പറയുന്ന അങ്ങനെ ആരും പറയാൻ നിൽക്കരുത്. ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയനാണ്. കഴിഞ്ഞ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തതാണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടവർ യൂട്യൂബിൽ വന്നിട്ട് ഈ ഫുൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഞാൻ നാട്ടിൽ അയച്ചു തരുന്നതായിരിക്കും. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ നീരജ് അമ്മൂസ് യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നീരജ് അമ്മൂസ് ഇൻസ്റ്റാ ഐഡിയിൽ ഞാൻ യൂട്യൂബിൽ നിങ്ങൾ അയക്കുന്ന കമൻസും കാര്യങ്ങളൊന്നും നോക്കത്തില്ല. ഞാൻ കൂടുതലും ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. സോ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുക. എനിക്ക് മെസ്സേജ്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പം ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഉണ്ടാവും. ഇപ്പം ഞാൻ ഇതാണ് ചെയ്തതെങ്കിൽ അടുത്ത ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് പുതിയ ഡ്രസ്സ് മേടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഇപ്പം വരുന്ന വീഡിയോൻ്റെ റെസ്പോണ്ട് കണ്ടതിന് ശേഷം ഒരുപാട് പേര് ഇങ്ങനെ വയ്ക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് വിഷമം വരും. അയ്യോ ഇവർക്ക് കിട്ടിയില്ലല്ലോ, ഇവർക്ക് അയക്കാൻ പറ്റില്ലല്ലോ എന്ന്. അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ സൈസൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പോയി എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇതുവരെ ഗീവ് അവേയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. മേ ബി ഞാൻ ചെയ്യുന്ന ഗീവ് അവേ, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗീവ് അവേ കോസ്മെറ്റിക്സ് ആൻഡ് ഡ്രസ്സാണ്. അപ്പം അതിനിപ്പം ഞാൻ പ്രാപ്തയല്ല. അപ്പം എൻ്റെ ഒരു സാഹചര്യമൊക്കെ ഒന്ന് ശരിയായി ഞാനൊന്ന് എൻ്റെ സ്റ്റാൻഡിലൊക്കെ എൻ്റെ രണ്ട് കാലിലൊക്കെ നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എനിവേ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ.